Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസിന്റെ റിവിഷൻ വീഡിയോ ആണിത്. ഫസ്റ്റത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇതിൽ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. റിവൈസ് ചെയ്ത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് മാത്രം കണ്ടുകൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത്ര മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളൊരു എക്സാമിന് കയറുന്നതിന് മുന്നൊക്കെ കണ്ടുപോകാൻ പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഒത്തിരി കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഷോർട്ട് എസ്സേക്ക് ഇതൊക്കെ പറഞ്ഞുതരാമോ എന്നുള്ളത്. നമ്മളിതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാടാ. ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ടോ നിങ്ങൾ? റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസിന്റെ പ്ലേലിസ്റ്റ് ആണിത്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലേലിസ്റ്റ് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ, MCQ 2 പാർട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ വർഷം ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം BA എക്സാമിന് കയറാൻ BCom എക്സാമിന് കയറാൻ മുമ്പ് കണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് എക്സാമിന്റെ പേപ്പറാണ്. പിന്നെ അതേപോലെ തന്നെ എക്സാം ടിപ്സിന്റെ വീഡിയോ, ഇൻട്രോ ലൈനിന്റെ വീഡിയോ, എസ്സേന്റെ വീഡിയോ, ഷോർട്ട് എസ്സേന്റെ വീഡിയോ, 2 മാർക്കിന്റെ വീഡിയോ 2 പാർട്ടാക്കി 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, ടിപ്സ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്ത കുട്ടികൾ പ്ലേലിസ്റ്റ് ഒന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഇതും കൂടി, ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദി രാജ്, പി സായിനാഥ് ആണ് എഴുതിയിട്ടുള്ളത്. പി സായിനാഥ് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണിത് കേട്ടോ. ഒരു ആർട്ടിക്കിൾ ആണ് വെൻ സാലിഹാൻ ടുക്ക് ഓൺ ദി രാജ് എന്ന് പറയുന്നത്. ദെൻ അതിൽ ദമേന്തി ദേസബാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് സാലിഹാൻ എന്നുള്ള പേരിൽ അതിൽ വിളിക്കുന്നത്. ഒരു ആദിവാസി സാബർ ട്രൈബ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഒഡീഷയിൽ താമസിക്കുന്ന ഒരു ആദിവാസി വുമൺ ആയിരുന്നു. ബ്രിട്ടീഷ് പോലീസുകാർക്ക് എതിരെ, ബ്രിട്ടീഷ് പോലീസിനെ തൻ്റെ വെറും 16ാമത്തെ വയസ്സിൽ ലാത്തി കൊണ്ട് അടിച്ച് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ഓടിപ്പിച്ച ഒരു യുവതിയാണ് സാലിഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാലിഹാന്റെ ചരിത്രം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. സാലിഹാനെ കുറിച്ച് ആർട്ടിക്കിൾ കൊടുത്തതിന് ശേഷം അതിന് താഴെ സാലിഹാനെ ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു കവിത കൂടി നമ്മുടെ പോയിറ്റ് നമ്മുടെ റൈറ്റർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആർട്ടിക്കിളിൽ പേസ് ട്രിബ്യൂട്ട് ടു ദി ബ്രേവറി ഓഫ് സാലിഹാൻ ഹു ഈസ് ഫോർഗോട്ടൺ ഫിഗർ ഇൻ ഹിസ്റ്ററി ലിവിംഗ് ഇൻ ഡീഗ്രേഡിംഗ് പോവർട്ടി. അപ്പം അത്രയധികം പട്ടിണിയിലാണ് അന്നത്തെ സാഹചര്യത്തും നമ്മുടെ റൈറ്റർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. സാലിഹാനെ കാണാൻ പോകുന്ന സമയത്ത് 90 വയസ്സാണ്. അപ്പൊ ആ ഒരു 90 വയസ്സിലും അത്രയും പോവർട്ടിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇനി ഞാൻ കീ ഏരിയാസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിലും കൊടുക്കുന്നുണ്ട്. കീ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ലൈൻസോ ടേംസോ ആണ് ഞാൻ ഈ ഒരു കീ ഏരിയാസിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഞാൻ ചാനൽ കാണിച്ചു. ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ, ക്രിഷ് ടോക്സ് എന്ന് നിങ്ങളൊന്ന് ടെലഗ്രാമിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, പക്ഷെ ആ ലിങ്ക് കുറേ പേർക്ക് ക്ലിക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു. ക്ലിക്ക് ചെയ്യുമ്പം ഓപ്പൺ ആവുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ പോയിട്ട് ക്രിഷ് ടോക്സ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒത്തിരി ചാനലുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ചാനലും ഒക്കെ വരും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ടൊന്ന് കയറാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു 51.6K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ആവാം. അതിൽ ഇങ്ങനെ PDFകൾ ഇട്ടുണ്ട് കേട്ടോ. റീഡിങ്സ് ഓൺ കേരള ഡീറ്റെയിൽഡ് PDF, റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ് ഡീറ്റെയിൽഡ് PDF, പിന്നെ 4th സെമറിന്റെ ഒക്കെയാണ് മുന്നിട്ടേക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 2 PDFകളും ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആവാത്തവർ നേരിട്ട് ടെലഗ്രാമിൽ പോയി സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കയറുക. കാരണം ഒത്തിരി ചാനലുകൾ നമ്മുടെ പേരിൽ നമ്മുടെ ലോഗോ വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയോ ഫിലിംസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പേരും ലോഗോ വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കി കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ കീ ഏരിയാസിലോട്ട് പോവാം. നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഈ ഒരു പേരാണ്. അപ്പൊ ഇതിൽ ഒത്തിരി കുട്ടികൾ സ്പെല്ലിംഗ് ഇത് എങ്ങനെയാണ് കറക്റ്റ് ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതന്നെയാണ് നമ്മുടെ സ്പെല്ലിംഗ് കേട്ടോ. ഇതാണ് റിയൽ നെയിം. പേര് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാവുന്നതാണ്. ദമേന്തി ദേസബാർ. സാലിഹ എന്നുള്ളതാണ് അവരുടെ ഗ്രാമത്തിന്റെ പേര്. അപ്പൊ അവിടെ കുറെ എന്താ പറയുക, കറേജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ടായിരിക്കണം പിന്നീട് ദമേന്തിനെ അറിയപ്പെട്ടിരുന്നത് സാലിഹാൻ എന്നുള്ള പേരിലായിരുന്നു. സാലിഹാൻ റെപ്രസെന്റ് ദി കറേജിയസ് ആദിവാസീസ് ഓഫ് ദ വില്ലേജ് സാലിഹ. കണ്ടോ? ദെൻ അച്ഛന്റെ പേര് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ. അച്ഛന്റെ പേര് എന്താണ്? കാർത്തിക് സബാർ എന്നുള്ളതാണ് അച്ഛന്റെ പേര്. കാർത്തിക് സബാർ. ഓക്കെ. Then Damayanti Desabar is known as Salihan after the village Naupada district where he was born. Naupada districtile
സലിഹ എന്ന് പറഞ്ഞുള്ള വില്ലേജിലാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് സാലിഹാൻ എന്നുള്ള പേര് പിന്നീട് കിട്ടിയത്. അവിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ സാലിഹാനും കൂടെ ഒരു 40 ആദിവാസി സ്ത്രീകളും ചേർന്നിട്ട് സാലിഹാൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 40 സ്ത്രീകളും ചേർന്നിട്ട് ഫീൽഡിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു യങ് ആയിട്ടുള്ള ആള് വന്നിട്ട് പറയുന്നത് സാലിഹാന്റെ അച്ഛനെയും പിന്നെ നമ്മുടെ ഒത്തിരി വീടുകൾ നശിപ്പിക്കുന്നുണ്ട്, അവര് തീയിടുന്നുണ്ട് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വന്നിട്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ സാലിഹാനും 40 സ്ത്രീകളും ചേർന്നിട്ട് ആ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്താണ്. അപ്പൊ നമ്മുടെ സാലിഹാൻ കാണുന്ന കാഴ്ച, ഷി ഫൗണ്ട് ഹെർ ഫാദർ ലൈങ് ഓൺ ദ ഗ്രൗണ്ട് ബ്ലീഡിങ് വിത്ത് എ ബുള്ളറ്റ് വോൺ ഓൺ ഹിസ് ലെഗ്. കാലുമേ ബുള്ളറ്റ് ഇട്ട് അവിടെ കിടക്കുന്ന അച്ഛനെയാണ് കണ്ടത്. ഈ കാഴ്ച കണ്ടപ്പോ സാലിഹാൻ ഒട്ടും സഹിച്ചില്ല എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് 1930 ഈ സംഭവം നടക്കുന്നത്. വെറും 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അന്ന് സാലിഹാന്. അപ്പോൾ ആ ഒരു ഏജിൽ തന്നെ സാലിഹാൻ ഇവരുടെ കയ്യിൽ ലാത്തി ഉണ്ടായിരിക്കും. ലാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവർ ആദിവാസി സ്ത്രീകളുടെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇവർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് വൈൽഡ് എനിമൽസിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് യൂസ് ചെയ്യുന്നത്, ഈ ലാത്തി യൂസ് ചെയ്യുന്നത്. ആ ലാത്തി വെച്ചിട്ട് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, തല്ലി ഓടിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സാലിഹാൻ ചെയ്ത ധീര പ്രവൃത്തി. അങ്ങനെ അച്ഛനെ രക്ഷിച്ചു. ദമയന്തി വാസ് അബൌട്ട് 90 when writer met her. നമ്മുടെ റൈറ്റർ, ഈ പാഠഭാഗം എഴുതിയിരിക്കുന്ന റൈറ്റർ ഉണ്ടല്ലോ, ആള് ഈ സായിനാഥ് കാണാൻ പോയിരുന്നു, ദമയന്തിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ 90 വയസ്സായിരുന്നു പ്രായം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 90 വയസ്സ് ആ ഒരു സമയത്ത് കണ്ടു കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ മരണപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. ദമയന്തി ദി അറ്റാക്ക് ദ ഓഫീസർ, ദി 40 other women beat up the other police force. അപ്പോൾ നമ്മുടെ ദമയന്തി ഒരു പോലീസ് ഓഫീസറിനെയും ബാക്കി 40 സ്ത്രീകൾ ഓരോ പോലീസ് ഓഫീസിനെ അടിക്കുന്നുണ്ട്. മൾട്ടി കളേർഡ് ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ്, ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മൾട്ടി കളേർഡ് ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 90ാമത്തെ വയസ്സിൽ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള പി സായിനാഥ് പോയി കാണുന്ന സമയത്ത് ആകെ കയ്യിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു മൾട്ടി കളേർഡ് ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെൻഷൻ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഒഡീഷൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു അസിസ്റ്റൻസ് കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ദെൻ ഷീ സ്ട്രഗിൾസ് ടു റീകോൾ ദ നെയിംസ് ഓഫ് ഹെർ 3 സൺസ്, ബൃഷ്ണു ബോയ്, അൻകൂർ ബോയ്, അക്കുറ ബോയ്. ഈ 3 മക്കളുടെ പേര് വരെ ഒത്തിരി ഓർത്തെടുത്തിട്ടാണ് പറയുന്നുണ്ടായിരുന്നത്. നമ്മുടെ റൈറ്റർ മീറ്റ് ചെയ്തതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ, ദാറ്റ് മീൻസ് 2002 സാലിഹാൻ മരണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 2001 ഇതിലായിരിക്കാം, 90 വയസ്സുള്ളപ്പോഴായിരിക്കാം റൈറ്റർ നമ്മുടെ സാലിഹാനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2002 മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ചാപ്റ്ററിന്റെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സാലിഹാനെ എന്തുകൊണ്ടാണ്, ദമയന്തിനെ എന്തുകൊണ്ടാണ് സാലിഹാൻ എന്ന് വിളിക്കുന്നത്? സാലിഹാന് ദേഷ്യം വരാനിടയായ സാഹചര്യം, അച്ഛൻ കാലിൽ വെടിയുണ്ടേറ്റ് കിടക്കുന്ന രംഗം കണ്ടപ്പോഴാണ് ദേഷ്യം വന്ന് ടെമ്പർ തെറ്റുന്നത്. ദെൻ വിമൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ലാത്തി കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്, പണിസ്ഥലത്തേക്ക് കൊണ്ടുപോയത് വൈൽഡ് എനിമൽസിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ആ ഒരു കവിതയിൽ പറയുന്ന കാര്യമാണ് പേജ് 3 ഓഫ് ന്യൂസ് പേപ്പർ. അതായത് പേജ് 3 എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, സെലിബ്രിറ്റീസിനെ കുറിച്ചുള്ള ന്യൂസ് കൊടുക്കുന്നതാണ് പേജ് 3. അതിലൊരിക്കലും സാലിഹാന്റെ ന്യൂസ് വരില്ല എന്നാണ് ആ കവിതയിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷ് പോലീസ് അവരുടെ വില്ലേജിൽ വന്ന് അറ്റാക്ക് ചെയ്തു എന്നുള്ള കാര്യം ആര് വഴിയാണ് ഇവർ അറിയുന്നത്? ഒരു യങ്സ്റ്റർ വന്നിട്ടാണ് പറയുന്നത് അല്ലെ. ദെൻ അതേപോലെ തന്നെ ഇപ്പൊ 90ാമത്തെ വയസ്സിൽ റൈറ്റർ കാണുന്ന സമയത്ത്, ഒരു 2001 ആ ഒരു ഇയറിൽ റൈറ്ററിനെ കാണുന്ന സമയത്തും സാലിഹാന്റെ കണ്ണില് അത്രയും ഒരു സ്പാർക്ക്, അന്നത്തെ ആ ഒരു തീപ്പൊരി ഇപ്പോഴും കണ്ണിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 90 വയസ്സുണ്ടെങ്കിൽ കൂടി ആ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കുന്നത്. ഇനി അടുത്തത് 2ാമത്തെ ചാപ്റ്റർ ആണ് ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്നുള്ളത്. സമീർ ടാൻറ്റി എഴുതിയിട്ടുള്ള ഒരു പാഠഭാഗമാണ്.
നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ ഒരു ജനാധിപത്യം അല്ല. അവരവരുടെ ഇഷ്ടത്തിന് ഭരിക്കുന്നതാണ്. ജനങ്ങളുടെ നന്മയോ ജനങ്ങളുടെ സേഫ്റ്റിയോ ജനങ്ങളുടെ വിഷയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ഗവൺമെന്റിന്റെ ഇഷ്ടത്തിന് ഭരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഡെമോക്രസി ഇപ്പോൾ കണ്ണടച്ച് വായ മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് തോന്നുന്നത് പോലെയുള്ള ഒരു ഭരണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും എത്ര നാൾ ഇങ്ങനെ കണ്ണും മൂടി വായ അടച്ച് നിൽക്കും ഡെമോക്രസി? ഇനിയും എത്ര നാൾ നീ ഇങ്ങനെ നിൽക്കുമെന്നാണ് നമ്മുടെ പോയത്തിലൂടെ പോയിട്ട് ചോദിക്കുന്നത്. അതിൽ കീ ഏരിയാസ് എന്ന് പറയുന്നത് ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി ഇസ് എ ഹാർട്ട് ടച്ചിങ് 20-line പോയം റിട്ടൺ ബൈ റിനോൾഡ് അസാമീസ് പോയിറ്റ് സമീർ ടാൻറ്റി എഴുതിയിട്ടുള്ള വെറും 20 വരികൾ മാത്രമുള്ള ഹാർട്ട് ടച്ചിങ് പോയമാണ് ഇത്. ദ പോയം വാസ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ സിദ്ധാർത്ഥ് ടാൻറ്റിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. Then the poem is trying to point out the bad state at which the democracy is in through this poem. ഇപ്പോൾ ഡെമോക്രസി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബാഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇതിൽ ഫുൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഡെമോക്രസിയെ ഒരു മാനുഷിക ഭാവം കൊടുത്തേക്കാണ് ഡെമോക്രസിക്ക്. അപ്പൊ ഇനിയും എത്ര നാൾ ഇങ്ങനെ കണ്ണുമൂടി എത്ര നാൾ നീ നിൽക്കും എന്നൊക്കെ ചോദിച്ചാൽ അത് മനുഷ്യനോട് ചോദിക്കുന്നത് പോലെയാണ് ജനാധിപത്യം ഡെമോക്രസിയോട് ചോദിക്കുന്നത്. സോ എൻറ്റയർ പോയം എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഓക്കെ, ദെൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ഡെമോക്രസി അല്ലെങ്കിൽ ഡിഫൈൻ ഡെമോക്രസി എന്ന് കഴിഞ്ഞ കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആൻസർ ആണിത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമായിരുന്നു. അപ്പം അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. അപ്പം അതിൻ്റെ ആൻസർ ആണ് ഡെമോക്രസി ഈസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഇനി ഇതിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഐ ഹിയർ യുവർ ബെഡ്ലം ഡെമോക്രസി. ആ ഒരു അത്രയും അട്ടർ കൺഫ്യൂഷനിലാണ് നമ്മുടെ ഡെമോക്രസി നിൽക്കുന്നത്. എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള ഒരു അട്ടർ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ആ ഒരു മീനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ലൈനാണ് ഐ ഹിയർ യുവർ ബെഡ്ലം ഡെമോക്രസി എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഡെമോക്രസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഹൗ ഡസ് ഡെമോക്രസി അപ്പിയർ? എങ്ങനെയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തല കുമ്പിട്ട്, ഹെഡ് ഡൗൺ, ബെൻഡഡ് നീസ് വിത്ത് ഐസ് ക്ലോസ്ഡ്, ഇങ്ങനെയാണ് നമ്മുടെ ഡെമോക്രസി ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ ഡെമോക്രസിയെ എന്തുകൊണ്ട് ബാരൻ എന്ന് വിളിക്കുന്നു? കാരണം നമ്മുടെ ഡെമോക്രസി ഇപ്പോൾ അൺപ്രൊഡക്റ്റീവ് ആണ്, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഉപയോഗമില്ലാത്തൊരു വസ്തു, പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒന്നിനെയാണ് ബാരൻ എന്നിവിടെ വിളിച്ചേക്കുന്നത്. പിന്നെ ഡെമോക്രസി ഐ വിഷ് യു എ ലോങ് ലൈഫ്, ഞാൻ നിനക്ക് ദീർഘായുസ് നേരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? ദീർഘായുസ് നേരാൻ നമ്മൾ എപ്പോഴും മനുഷ്യന്മാർക്കാണ്. സോ അവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എൻറ്റയർ പോയം പേഴ്സോണിഫിക്കേഷൻ ആണ് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഡെമോക്രസിയുടെ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ പോയിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്രയും ബാഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. തല കുമ്പിട്ട്, ബെൻറ്റഡ് നീസ്, മുട്ട് മടക്കി, ഐസ് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത്രയും ബാഡ് സിറ്റുവേഷനാണ്. പ്രതികരിക്കാൻ പറ്റുന്നില്ല, അൺപ്രൊഡക്റ്റീവ് ആണ്. ആ ടേംസ് ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കുമ്പം ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നുള്ളതാണ് ചാപ്റ്റർ. ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം അതിലെ കീ ഏരിയാസ് എന്ന് പറയുമ്പം ജവഹർലാൽ നെഹ്റു, അതായത് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്കൊരു ഭരണഘടനയുണ്ട്. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു കൊടുത്ത കുറച്ച് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ്, കുറച്ച് എന്താ പറയുക എയിംസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് കുറേ കുട്ടികൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം കീ ഏരിയാസ് ഒന്ന് നോക്കാം. ഓക്കെ, ജവഹർലാൽ നെഹ്റു വാസ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 15 ഓഗസ്റ്റ് 1947 ഭരണമേറ്റ ഒരു പ്രൈം മിനിസ്റ്റർ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം വരെ ഓൾമോസ്റ്റ് 17 ഇയേഴ്സ്, 1964 വരെ കേട്ടോ, 47 മുതൽ 64 വരെ, ഓൾമോസ്റ്റ് ഒരു 17 വർഷം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിന്ന ആളാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ദെൻ ഇനി ഞാൻ നിങ്ങൾക്ക് ആ സംഭവം പറഞ്ഞുതരാം, ഇവിടെ വരച്ച് കാണിച്ചു തരാം. അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുന്നേ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ 46 തന്നെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. അതിനുശേഷം നമുക്ക് ഇന്ത്യയെ എങ്ങനെയൊക്കെ ഭരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാം, എങ്ങനെ ജനങ്ങളെ സേവിക്കാം, എങ്ങനെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു പ്ലാൻസ് നമ്മൾ തയ്യാറാക്കണമെന്ന് ജവഹർലാൽ നെഹ്റു പറയാണ്. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒക്കെ അന്നത്തെ ഫ്രീഡം ഫൈറ്റർ ഒക്കെയാണ് അല്ലേ. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയാണ് നമുക്ക് ഇന്ത്യയിലെ ഭരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യാനുണ്ട് എന്ന് പറയാണ്.
അങ്ങനെ അന്നത്തെ കാലത്ത് ഒരു ഭരണഘടനയെ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പുസ്തകം എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇന്ത്യയെ എങ്ങനെ ഭരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാം, ഇന്ത്യയിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അങ്ങനെ എഴുതിയിട്ടുള്ള വലിയൊരു റിട്ടൺ സ്റ്റേറ്റ്മെന്റ് അല്ലെ, റിട്ടൺ ആയിട്ടുള്ള വലിയൊരു ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭരണഘടന എന്ന് നമ്മൾ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതിൽ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 299 പേരുള്ള ഒരു അസംബ്ലി, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി, 299 പേരായിട്ട് ഒരു അസംബ്ലി ഫോം ചെയ്യാണ് കേട്ടോ. അപ്പൊ അതിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഉണ്ട്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് 299 പേരുള്ള ഒരു അസംബ്ലി ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ 299 പേരും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നിന്ന് കുറച്ച് പേര് സെലക്റ്റഡ് ആയിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് എന്ത് തയ്യാറാക്കുന്നു, ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഓക്കെ, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പേരെ എടുത്ത് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അപ്പൊ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് പിന്നീട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഭരണഘടന പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയോട് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറയാണ്, നിങ്ങൾ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഞാൻ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു തരാം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. ദാറ്റ് മീൻസ് കുറച്ച് പോയിന്റ്സ് കുറച്ച് എയിംസ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. ആരാണ് പറയുന്നത്? ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ കുറച്ച് റെസൊല്യൂഷൻസ് പറഞ്ഞു തരാം എന്ന്. അപ്പൊ അങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ കുറച്ചെണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഈ ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുത്ത ആ പോയിന്റ്സ് ഉണ്ടല്ലോ, എങ്ങനെ ഭരിക്കാം, ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുത്തല്ലോ. അതാണ് നമ്മുടെ ഈ ഒരു ഭരണഘടന, ഈ വലിയ പുസ്തകമില്ലേ ഭരണഘടന, അതിന്റെ ആമുഖത്തിന് നമ്മൾ പ്രിഫേസ് എന്നാണ് പറയാ. പ്രിഫേസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുത്ത ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് ആയിരുന്നു അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആമുഖമായിട്ട് കൊടുത്തു. പിന്നീടാണ് ആ പുസ്തകത്തിൽ ഉള്ളിൽ നിറച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് പ്രിഫേസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുത്തു, അതാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946. In total there were 299 members in the assembly. The president of the assembly was Dr. Rajendra Prasad. ഈ 299 പേരുള്ള ഈ ഒരു അസംബ്ലിയുടെ ലീഡർ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അത് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ പ്രസിഡന്റ്. ദെൻ ടു ഡിസൈൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഫോംഡ് ഡോക്ടർ B.R. അംബേദ്കർ, ഹു ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇന്ത്യ. അപ്പൊ നമ്മുടെ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് 299 പേരിൽ നിന്ന് കുറച്ച് പേരെ മാത്രം എടുത്ത് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചല്ലോ, അതിന്റെ ലീഡർ എന്ന് പറയുന്നത് B.R. അംബേദ്കർ ആയിരുന്നു. ഓക്കെ, B.R. അംബേദ്കർ നയിച്ചിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു അത്. ഇനി the objective resolution was introduced in the Constituent Assembly on 5th day. ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 5ാമത്തെ ദിവസമാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ നെഹ്റു ഒരു പ്രസംഗം, 5th day കേട്ടോ, 5ാമത്തെ ദിവസം ഒരു പ്രസംഗമായിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറയുന്നത്. നമ്മുടെ നെഹ്റു പറയുന്നത്. കാരണം ആദ്യം അസംബ്ലിയിൽ പറയണമല്ലോ, അതിനുശേഷമാണ് പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് എടുക്കുന്നു, അത് പ്രിഫേസ് ആക്കി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൂടെ ആഡ് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ദ റെസൊല്യൂഷൻ വാസ് യുനാനിമസ്ലി അഡോപ്റ്റഡ് ബൈ ദി അസംബ്ലി 22nd Jan 1947. അങ്ങനെ 1947 ജാനുവരി 22 നെഹ്റു പറഞ്ഞ എല്ലാ കാര്യങ്ങളും കമ്മിറ്റി ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഏറ്റവും വലിയ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനയായിട്ട് ഇന്ത്യൻ ഭരണഘടന മാറുന്നുണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ദെൻ അത്
ആക്സെപ്റ്റ് ചെയ്ത് വന്നത്, ടു കെയിം ഇൻ ടു എഫക്റ്റ് ആക്സെപ്റ്റ് ചെയ്തത് 26 ജനുവരി 1950 അതാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നെഹ്റു പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അത് നമ്മുടെ ഭരണഘടന കെയിം ഇൻ ടു എഫക്റ്റ് പ്രാബല്യത്തിലായത് 26 ജനുവരി 1950 അതാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ദെൻ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ പ്രിഫേസ് അല്ലെങ്കിൽ പ്രിയാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം ആയിട്ട് കൊടുത്തിരിക്കുന്നത് നെഹ്റു പറഞ്ഞ ആ ഒരു കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. എത്ര വേർഡ്സ് ഉണ്ട്? ദേ കണ്ടോ, 1,46,385 വേർഡ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം അതിൽ ഒത്തിരി പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പീച്ച് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, 5ാമത്തെ ദിവസം 5th ഡേ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നെഹ്റു സ്പീച്ച് പറയുന്നത്. ആ ഒരു സ്പീച്ചിന്റെ തലക്കെട്ട് ഇതായിരുന്നു, എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ളതാണ്. ഓക്കെ, അതിൽ വെച്ചാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി അത് ചാപ്റ്ററിന്റെ ഇതിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓരോ കൊല്ലം മാറി മാറി വരാം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലം അതിൽ നിന്നും വരാം, ചിലപ്പോൾ പുതിയതായിട്ട് ചോദിക്കാത്തതും വരാം. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ട് പോകാൻ, മനസ്സിലാക്കി പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ വരുന്നത്. 3 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷൻ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ 2, 3, 4ൻ്റെ റിവിഷൻ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ടെലഗ്രാമിൽ പോയിട്ട് PDF ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.